റെന ഫാത്തിമ ഓൾറെഡി ഔട്ടാണെന്ന് ഇന്നലെ വരെ നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു അല്ലേ? പക്ഷേ ഇന്നലെ വരെ ആർക്കും ഒരു ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഔട്ടായപ്പോൾ എവിടെയോ എന്തോ ഒരു വിഷമം എല്ലാവർക്കും തോന്നിയില്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 19 വയസ്സുള്ള ഒരു കുട്ടി എന്തൊക്കെ നേട്ടങ്ങൾ കൊയ്തിട്ടാണ് 50 ദിവസം ബിഗ് ബോസ് ഷോയിൽ നിന്ന് എന്തൊക്കെ നേട്ടങ്ങളുമായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഞാനിരുന്ന് ആലോചിക്കുമായിരുന്നു, നമ്മൾക്ക് 19 വയസ്സിൽ എന്ത് നേട്ടം ചെയ്തു, ഇപ്പൊ തന്നെ എന്ത് നേട്ടം ചെയ്തു എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ആ രീതിയിലുള്ള ഇതിൽ ഒരു 19 വയസ്സിൽ വന്നിട്ട് 19 വയസ്സുള്ള ഒരു കുഞ്ഞ് ബിഹേവ് ചെയ്യുന്നതാണോ അവിടെ പെർഫോം ചെയ്തത്, അല്ലെങ്കിൽ കളിച്ചത്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് കോമ്പറ്റീറ്റ് ചെയ്തത്? ഒരിക്കലും അല്ല. റെന ഫാത്തിമ വളരെ ബോൾഡ് ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ബബ്ലി ആയിട്ടുള്ള ഒരു ഗേൾ ആയിരുന്നു. എല്ലാവർക്കും ഒരു നമുക്കൊക്കെ ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഇതൊക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിമാണ്. ഈ പാർട്ട് ഓഫ് ഗെയിമിലുണ്ടായ സംഭവങ്ങളാണ്. പക്ഷേ ഒരു പ്രൗഡ് ഓഫ് ആയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര അഭിമാനത്തോടു കൂടി ആ കുട്ടിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. 50 ദിവസം നിന്ന് ഇത്രയും വലിയൊരു ഷോയിൽ ഇത്രയും വലിയ ആൾക്കാരുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ നിൽക്കുക എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. 35 ദിവസം അപ്പാനി ശരത്ത് പുറത്തായി. അതിന് ഉപരി ഇത്രയും ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ ഹാർട്ട്സ് ഓഫ് ടു റെന ഫാത്തിമയെ തീർച്ചയായിട്ടും എല്ലാവരും മിസ് ചെയ്യുന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൂടാതെ ഇന്നത്തെയും വീക്കെൻഡ് എപ്പിസോഡുകൾ നല്ല ബ്യൂട്ടിഫുൾ എപ്പിസോഡുകളായിരുന്നു. എല്ലാവരെ കൊണ്ടും ആ റിഗ്രറ്റ്സ് പറയിപ്പിച്ച് അനീഷിന്റെയും ഷാനവാസിന്റെയും വിഷയം വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് വിട്ടു ലാലേട്ടൻ. അതെന്തായാലും നന്നായി. കാരണം ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു ഈ വിഷയം എങ്ങനെ ചർച്ച ചെയ്യും, വീക്കെൻഡ്സിൽ എങ്ങനെ ഇത് ചർച്ച ചെയ്യപ്പെടാൻ പറ്റും എന്നുള്ളത് നന്നായിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് വിട്ടു. ആർക്കും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ സോൾവ് ചെയ്യാന്ന് പറയില്ലേ, ആ രീതിയിൽ ബ്രില്യൻ്റ് ആയിട്ട് സോൾവ് ചെയ്ത് വിട്ടു. എന്തായാലും നാളെ മുതൽ പുതിയ വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാ സംഭവങ്ങൾ നടക്കാൻ പോകുന്നത് എന്നുള്ളത്.